വിവാദങ്ങൾക്കിടെ മുഖ്യമന്ത്രിയും വി ഡി സതീശനും അല്പസമയത്തിനകം സമസ്താവേദിയിലെത്തും. അർജുൻ കല്യാടുണ്ട് വിശദാംശങ്ങൾ നൽകാൻ. അർജുൻ, സമസ്താവേദിയിലെ പ്രമേയം പ്രസംഗങ്ങളൊക്കെ കണ്ടു. അതിന്റെ രൂക്ഷ വിമർശനം എത്രത്തോളമാണെന്ന് കേട്ടു. ഇനിയിപ്പോൾ അല്പസമയത്തിനകം മുഖ്യമന്ത്രിയും വി ഡി സതീശനും എത്തുന്നത് കാത്തിരിക്കുകയാണ്. എന്തെങ്കിലും പറയുമോ എന്നറിയാൻ. എപ്പോഴാണ് തുടങ്ങുക? അവരെപ്പോഴാണ് എത്തുക? ശ്രുതി, തീർച്ചയായിട്ടും കാസർഗോഡ് കുണിയയിൽ നടക്കുന്ന സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ 100ാം വാർഷിക സമ്മേളനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പൊതുസമ്മേളനം, സമാപന സമ്മേളനം നടന്നുകൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ഒരുമിച്ച് ഒരേ വേദിയിലേക്ക് എത്തുന്നു എന്നതാണ് അതിലേറ്റവും രാഷ്ട്രീയ കൗതുകമുണ്ടാക്കുന്നത്. അതിലേറ്റവും പ്രധാനമായി ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയത്തിൽ സമസ്ത നിലപാട് വളരെ കടുപ്പിച്ച് പറഞ്ഞിട്ടുള്ള പ്രമേയം ഉൾപ്പെടെ പാസാക്കിയിട്ടുള്ള 100ാം വാർഷിക സമ്മേളനമാണ് ഇവിടെ സമാപനമാകുന്നത്. ആ വേദിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഏത് തരത്തിലുള്ള പ്രതികരണമായിരിക്കും ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തുക എന്നുള്ളത് വളരെ ആകാംക്ഷ ഉണ്ടാക്കുന്നുണ്ട്. അതിന് പ്രതിപക്ഷ നേതാവ് നൽകുന്ന മറുപടി ഈ വേദിയിൽ നിന്നുണ്ടാവുമോ എന്നതും വളരെയധികം കൗതുകമുണ്ടാക്കുന്നുണ്ട്. എന്തായാലും ഈ ജമാഅത്തെ ഇസ്ലാമി വിവാദത്തിന്റെ പിന്നാലെ തന്നെ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ഒരുമിച്ചെത്തുന്ന ഒരു വേദി എന്നുള്ള പ്രത്യേകതയാണ് ഈ 100ാം വാർഷിക സമ്മേളന വേദിയിൽ, ഈ സമസ്തയുടെ സമ്മേളന വേദിയെ കൂടുതൽ രാഷ്ട്രീയപരമായി കൗതുകമുണ്ടാക്കുന്നത്. എന്തായാലും കാസർഗോഡ് കുണിയയിൽ ഇപ്പോൾ ഈ സമാപന സമ്മേളനം ആരംഭിച്ചിട്ടുണ്ട്. ഇവിടെയുള്ള മതപണ്ഡിതന്മാർ, വിദേശ രാജ്യങ്ങളിൽ നിന്നുൾപ്പെടെ എത്തിയിട്ടുള്ള മതനേതാക്കൾ, അതുപോലെ തന്നെ പ്രതിനിധികൾ, അവരെല്ലാവരും തന്നെ ഈ വേദിയിലേക്ക് എത്തിയിട്ടുണ്ട്. വളരെ പ്രൗഢഗംഭീരമായിട്ടുള്ള രാഷ്ട്രീയ കൗതുകത്തോടെ നോക്കുകയാണ്. മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും എത്തി. അവർ എന്തെങ്കിലും പറയുമോ എന്നറിയാൻ. അർജുൻ കല്യാടാണ് വിശദാംശങ്ങൾ നൽകിയത്.